പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഹാൻഡ് വർക്ക് ചെയ്യുവാണ്. ഒരു പഴയ കുർത്തിയിൽ, ആ കുർത്തിയിൽ നേരത്തെ ഹാൻഡ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഹാൻഡ് വർക്ക് ചീത്തയായി പോയപ്പോൾ ആ ഹാൻഡ് വർക്ക് മൊത്തം മാറ്റിയിട്ട് നമ്മൾ ആ തുണി നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് നമ്മൾ പുതിയ ഹാൻഡ് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഓൾഡ് കുർത്തി നമ്മൾ ന്യൂ കുർത്തി ആക്കുവാണ്. അപ്പോൾ അതിനുള്ള ഹാൻഡ് വർക്കിനുള്ള ഇതാണ് ഈ ബുക്കിൽ വരച്ചേക്കുന്നത്. ഇത് നമ്മുടെ നെക്ക്, എന്നിട്ട് താഴെ 2.5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ആർച്ച് പോലെ സ്കാലപ്പ് പോലെ വരച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ വരച്ചിട്ട് അതിങ്ങനെ ആർച്ച് പോലെ സ്കാലപ്പ് ബോർഡർ പോലെ നമ്മൾ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്തു പോകുന്നത്. അതേപോലെ നമ്മുടെ കുർത്തിയിലിടുവാണെങ്കിൽ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിന് പോവും, 1/2 ഇഞ്ച് ബാക്കി, എന്നിട്ട് 14 ഇഞ്ച് താഴോട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് വരെയുള്ള ഭാഗം 14 ഇഞ്ചിലാണ് നമ്മൾ ഇത് ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ വേസ്റ്റ് ഭാഗത്താണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് 2 തവണ നമ്മൾ കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ പൂവും ഇലയുമായിട്ടുള്ള ഈ തണ്ടിന് നമ്മൾ ഇതുപോലെയുള്ള ഗോൾഡൻ കളറിൽ 2 ബീഡ്സ് ആണ് നമ്മുടെ ഈ തണ്ടിന് കൊടുക്കുന്നത്, എല്ലാ തണ്ടിനും. പിന്നെ ഇലയ്ക്കാണെങ്കിൽ ലീഫിന് 3 കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഫ്ലവറാണ് ചെയ്യുന്നത്. ആ ഫ്ലവറിന് എന്താ ചെയ്യുന്നത് കുർത്തി കാണിക്കാം. ഇതാണ് നമ്മുടെ പഴയ കുർത്തി. ഇതിങ്ങനെ പിന്നെ സ്റ്റാൻഡിൽ ഇട്ടേക്കുവാണേ. അപ്പോൾ ഇത് തയ്ച്ച കുർത്തിയാണ്. അപ്പോൾ അതേപോലെയുള്ള വർക്ക് ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിൻ്റെ ഫ്ലവറല്ലേ നമ്മൾ പറയാനുള്ളത്. ഫ്ലവറിന് നടുക്ക് ഇതുപോലെ ഗോൾഡൻ ബീഡ്സ് വെക്കുക. ചുറ്റിന് നമുക്ക് ഇതിൽ നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് തൊട്ടാൽ പോവും, ഇത് ചുമ്മാ വെച്ചേക്കുന്നതാണ്. ഗോൾഡൻ ബീഡ്സ് നടുക്ക് വെച്ചിട്ട് വൈറ്റ് പേൾസ് സൈഡിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുവേ. അതേപോലെ ഈ കുർത്തി ഡാർക്ക് ഗ്രീനാണ്. അപ്പോൾ ഇത് വീഡിയോയിൽ എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കട്ട് ബീഡ്സും ഗോൾഡൻ ബീഡ്സും ഉള്ളത് മാറ്റി കൊടുക്കാം. ഇതിലിപ്പം റെഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വൈറ്റ് പേൾസിന് പകരം റെഡ് പേൾസ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നേ. പക്ഷേ എൻ്റെ റെഡ് ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് ഉള്ളതുകൊണ്ട് വൈറ്റിട്ട് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഷോളിൻ്റെയോ പാൻറ്റിൻ്റെയോ കളറിന് ഉള്ള ബീഡ്സ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വർക്ക് ഒന്ന് കാണാം. നമ്മൾ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ആദ്യം ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ആദ്യം ഒരു കട്ട് ബീഡ്സ് കുത്തിയെടുത്തു. പിന്നെ എന്നിട്ട് മറ്റേ കട്ട് ബീഡ്സ്, എന്നിട്ട് ഇതേപോലെ 2 ലെയറാക്കി നമ്മൾ ചെയ്യണേ. ഇനി എന്നിട്ട് ഇതേപോലെ 2 വർക്കും ചെയ്യണേ. ഇത് ഒരു ലെയറാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ താഴെ മറ്റേ ലെയറും കൂടെ ചെയ്യണേ. അങ്ങനെ അപ്പോൾ ഈ കട്ട് ബീഡ്സിൻ്റെ വർക്കൊന്ന് തീർന്നിട്ട് കാണിക്കാം. നമ്മൾ ഒരു ലെയർ കട്ട് ബീഡ്സിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഒരു ലെയറും കൂടെ ചെയ്യണം. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ സ്റ്റെമ്മ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സ്റ്റെമ്മും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റെമ്മ് പോലെ നമ്മൾ ഈ സ്റ്റെമ്മ് ഇതെല്ലാം സ്റ്റെമ്മ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണേ. അപ്പോൾ സ്റ്റെമ്മെല്ലാം ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ സ്റ്റെം പോർഷൻ. ഇങ്ങനെ നമ്മൾ 2 ബീഡ്സും കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലകൾ, ലീവ്സ് നമുക്ക് ചെയ്യാം. ലീഫ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ വരച്ച ഈ ലീഫ് ചെയ്യാം. ഈ ലീഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലീഫിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, ലീഫിൻ്റെ ഈ അറ്റത്ത് അവിടോട്ട് സൂചി കുത്തിയെടുക്കുക. അടിയിൽ നിന്ന് സൂചി കുത്തിയെടുത്തിട്ട്
മൂന്ന് കട്ട് ബീഡ്സ് കോർക്കുക. കട്ട് ബീഡ്സ് നമ്മൾ കോർത്തു. എന്നിട്ട് 3 എണ്ണത്തിൻ്റെ എടുത്തതിൻ്റെ ആ അറ്റത്ത് കൊണ്ടുവന്ന് നമ്മൾ പിന്നെ കുത്തി താഴോട്ട് ഇറക്കുക. താഴോട്ട് ഇറക്കിയിട്ട് പിന്നെ എന്നിട്ട് ഈ ഒരു കട്ട് ബീഡ്സിൻ്റെയും ഈ 2 കട്ട് ബീഡ്സിൻ്റെയും നടുക്കൂടെ നമ്മൾ സൂചി കുത്തിയെടുക്കണം. സൂചി കുത്തിയെടുത്തിട്ട് വീണ്ടും നമ്മൾ 3 ബീഡ്സ് പിന്നെയും കോർക്കുക. 1 2 3 ബീഡ്സ് കോർത്തിട്ട് പിന്നെ നമ്മൾ ആ 3 ബീഡ്സ് കോർത്ത എൻഡിൽ നമ്മൾ കുത്തി ഇറക്കി. ഇനിയും ഇപ്പുറത്തെ വശത്തെടുക്കണേ. നമ്മൾ ഒരു സൈഡ് ചെയ്തു, മറു സൈഡിലും ഒരു കട്ട് ബീഡ്സിൻ്റെയും 2 കട്ട് ബീഡ്സിൻ്റെയും നടുക്ക് കൊണ്ടുവന്ന് അവിടുന്ന് പിന്നെയും 3 കട്ട് ബീഡ്സ് കോർക്കുക. കോർത്തിട്ട് ഇതിൻ്റെ എൻഡിൽ കൊണ്ട് കുത്തി അകത്തോട്ട് എടുക്കുക. അതേപോലെ ഇപ്രാവശ്യവും ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇല ഫിനിഷായി. ഇത് ചെറുതായിട്ടും ചെയ്യാം, വലുതായിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും വലിയ ഇല വേണ്ടെങ്കിൽ ഇതേപോലെ ചെറുതായിട്ടുമൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് ഈ ഇല മുഴുവൻ ഫിനിഷാക്കിയിട്ട് ചെയ്യാൻ പോകുന്ന ഈ ഫ്ലവറാണ്. ഈ ഫ്ലവറിൻ്റെ നടുക്ക് കുത്തിയെടുത്തിട്ട് ഇതേപോലെയുള്ള ഗോൾഡൻ ബീഡ്സ് പിടിപ്പിച്ചു. ഗോൾഡൻ ബീഡ്സ് അവിടെ സ്റ്റിച്ച് ചെയ്യണം. ചുറ്റും നമ്മുടെ ഏത് ബീഡാണോ, ഇവിടെ ഇപ്പം ഞാൻ വൈറ്റ് ബീഡാണ് വെക്കുന്നത്. വൈറ്റ് ബീഡ് 9 എണ്ണം കോർക്കുന്നു. 9 വൈറ്റ് പേൾസ് ഇതിന് ചുറ്റും ഇങ്ങനെ ചുറ്റണം. ചുറ്റിയിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ നമ്മൾ കുത്തി ആദ്യം അടുത്തടുത്ത് തന്നെ കൊണ്ടുവന്ന് നീഡിൽ കുത്തി ഇറക്കിയിട്ട് ഇതിനെ ചുറ്റണം. ആ ഗോൾഡൻ പേൾസിന് ചുറ്റും ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തിട്ട് ഇതിൻ്റെ സൈഡ് മുഴുവൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പം ഇത് ഉറച്ചവിടെ ഇരിക്കും. ഇങ്ങനെ 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ പേൾസ് എല്ലാം കൂടി നമുക്കവിടെ ഉറച്ചിരിക്കും, പിന്നെ വിട്ടുപോകത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ മുഴുവൻ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയുള്ള വട്ടം നമ്മൾ വട്ടം ചെയ്തെടുത്തെല്ലാം ഇതേപോലെയുള്ള ഗോൾഡൻ ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടെ ചേർത്തുള്ള വർക്കാണ്. അപ്പോൾ ഇത് ഫൈനൽ ലുക്ക് ചെയ്തിട്ടൊന്ന് കാണിക്കാമേ. ഈ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. എലൈൻ കട്ടിലാണ് തയ്ച്ചിരിക്കുന്നത്. അതേപോലെ 3/4 സ്ലീവാണ്. അപ്പോൾ കുർത്തിയുടെ ഫൈനൽ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.